ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. നവാഗതരായ മുഴുവൻ കുട്ടികളും ഈ പന്തലിൽ വന്നിരിക്കേണ്ടതാണ്. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ സുനിൽ സാറെ കിട്ടാൻ പോകുന്നത് നമുക്ക് സ്കൂളിൽ വെച്ചിട്ടാണ്. ചില കാര്യങ്ങളൊന്നും നമ്മളെല്ലാം അച്ഛനോടും അമ്മയോടും പറയില്ല, എല്ലാ തൊന്നലൊന്നും പറയില്ല. പക്ഷെ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യങ്ങളും ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന നല്ല നല്ല സുഹൃത്തുക്കള് നമുക്ക് എവിടെ കിട്ടുക? സ്കൂളിലാണ് കിട്ടുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ പലരും പല ജോലിയിലും പല മേഖലയിലൊക്കെ ആയിത്തീരും. ആ ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂളിലൂടെയാണ് നമ്മളൊരു വ്യക്തിത്വം വലുതാകുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം. വീടുകളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ചില വാശികളൊക്കെ പിടിക്കും, ചില വൃത്തക്കേടുകളൊക്കെ കളിക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത് വാങ്ങിത്തരും. പക്ഷെ നമ്മൾ സ്കൂളിൽ വന്നാൽ നമുക്ക് മനസ്സിലാവും വീട്ടിൽ നിന്ന് പെരുമാറുന്നത് പോലെ എല്ലാ സ്ഥലത്തും നമുക്ക് പെരുമാറാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനത്തോടെ പെരുമാറാൻ നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില സാധനങ്ങൾ നമുക്ക് വളരെ കൂടാതെ നമ്മൾ കൊടുക്കൂലേ? ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട സംഭവങ്ങൾ നമ്മൾ അടുത്ത സുഹൃത്താകുമ്പോൾ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, പിന്നെ മുതിർന്നവരോട് ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ്, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തായാലും ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രവിയാട്ടനും അതുപോലെ വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള ബാബുരാജേട്ടനും കൂടിയാണ് നമുക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത്. അവർക്ക് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. മറ്റു സ്കൂളുകളൊക്കെ 100%, പക്ഷേ ഇവിടെ സാധാരണക്കാരായ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. നല്ല കുട്ടികളെയൊക്കെ സമീപത്തുള്ള സ്കൂളുകൾ പല ഓഫറും നൽകി ഭരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ മിന്നുന്ന വിജയം നേടിയത്. 42 കുട്ടികൾക്കാണ് ഫുൾ A+ നേടിയത്. ഇത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. അത് റീവാലുവേഷൻ മറ്റുമായി ആ റിസൾട്ട് 49ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിന്നുന്ന വിജയമാണ്. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ആകെയുള്ളത് SPC അതേപോലെ JRC തുടങ്ങിയ ക്ലബ്ബുകളാണ്. മറ്റു സ്കൂളുകളിൽ NCC അതേപോലെ സ്കൗട്ട്. നമ്മുടെ കൂടുതൽ A+ലേക്ക് എത്തും. ഈ വർഷം നമ്മൾ വിഭാവനം ചെയ്യുന്നത് കൂടുതൽ A+ ഉള്ള മിന്നുന്ന വിജയമാണ്. തീർച്ചയായും അതിന് പറ്റും. നമ്മുടെ സ്കൂളിൽ ഉള്ള അധ്യാപകർ അത്തരത്തിൽ ധാരാളം പരിശീലനങ്ങൾ നേടി RPമാരായി അവരുടെ കഴിവ് തെളിയിച്ചതാണ്. ഈ അടുത്ത നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ RPമാരായി നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ മികച്ച പരിശീലനം നേടിയ അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. തീർച്ചയായും ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ വിജയം നേടാൻ പറ്റും. അതിനായി പ്രാർത്ഥിക്കും. പണ്ടുള്ള ബിൽഡിംഗ് അല്ല, ഇന്ന് എല്ലാ ബിൽഡിങ്ങും സ്മാർട്ട് റൂമായി മാറിക്കഴിഞ്ഞു. ക്ലാസ്സുകളിൽ പ്രൊജക്ടർ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല ക്ലാസ്സുകളാണ്. ക്ലാസ്സൊക്കെ ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയ കാഴ്ച നിങ്ങൾക്ക് ഇവിടെ സന്ദർശിച്ചാൽ മനസ്സിലാകും. മാത്രമല്ല നമുക്കുള്ള കഞ്ഞിപ്പുര എല്ലാവരും ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച നമ്മുടെ ഡൈനിങ് ഹാൾ, അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള പൈപ്പിംഗ് സംവിധാനം, അതിൻ്റെ വേസ്റ്റ് കളയാനുള്ള സംവിധാനം, ഇതൊക്കെ നല്ലൊരു മാതൃകാപരമായ രീതിയിലാണ് ക്രമീകരിച്ചത്. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് 1 മുതൽ +2 വരെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത്രയധികം സംവിധാനങ്ങളും സൗകര്യങ്ങളും മികച്ച അധ്യാപകരുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ആ കുട്ടികൾ ആ രീതിയിൽ പറയുന്നത്. ഈ വർഷം നമുക്കറിയാം 1, 3, 5, 7, 9 ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയിരിക്കുകയാണ്. പുതിയ പാഠ്യപദ്ധതി നിർദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിലാണ് ആ ടെക്സ്റ്റ് ബുക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിൽ അധ്യാപകർക്ക് മികച്ച ട്രെയിനിങ്ങും നൽകി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പുതിയ സമീപന രീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ഈ ക്ലാസ്സുകളിൽ നടക്കുക. വരും വർഷങ്ങളിൽ മറ്റു ക്ലാസ്സുകളിലും ഇത്തരം രീതിയിലുള്ള സമീപനമായിരിക്കും ഉണ്ടാകുക. ഏതായാലും നല്ല RPമാരും അധ്യാപകരും ഉള്ളതുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ നേടുന്ന രീതിയിലായിരിക്കും അധ്യാപകർ ക്ലാസ്സിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും ഉണ്ടാകുന്ന ആവശ്യം പാഠപുസ്തകങ്ങളിൽ 1-2 ക്ലാസ്സുകളിലൊക്കെ അക്ഷരമാല ഉണ്ടാക്കണം, അക്ഷരമാല പഠിപ്പിക്കണം,
ആ പഠിപ്പിക്കുന്നതോടൊപ്പം 1ാം ക്ലാസ്സിലെ കുട്ടി വായിക്കാൻ പ്രാപ്തരാകണം. ആ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു കരിക്കുലം 1ാം ക്ലാസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതിന് വേണ്ടി 5ാം തരത്തിൽ കൃഷിപ്പാഠം എന്ന നിലയിൽ കുട്ടികളെ അതിന് പ്രാപ്തരാക്കുന്ന രീതിയിലും, മറ്റൊന്ന് തൊഴിൽ മേഖലയിൽ നൈപുണ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി 7ാം തരത്തിൽ ഇലക്ട്രീഷ്യനായും പ്ലംബറായും അത് പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള പാഠപുസ്തകം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം നമ്മുടെ ചിന്തകൾക്കപ്പുറം ഉണ്ടായിരുന്ന നിർമ്മിത ബുദ്ധി എന്ന ആ മേഖലയും നമ്മളെ പാഠപുസ്തകത്തിലേക്ക് കടന്നു വരികയാണ്. നിർമ്മിത ബുദ്ധിയിൽ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു അനുഭവം ഞാൻ പറയാണ്. ഈ ചെറിയ കുട്ടികൾ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ അല്ലെങ്കിലും രക്ഷിതാക്കളും അധ്യാപകരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയൊരു നിർദ്ദേശം കൊടുക്കുമ്പോഴേക്കും, ഒരു ചിത്രശലഭത്തെ കുറിച്ച് പഠിക്കാൻ ചെറിയൊരു നിർദ്ദേശം നമ്മൾ സൈറ്റിൽ കൊടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വേണമെങ്കിൽ 10 സ്ലൈഡുകൾ നമുക്ക് വേണമെങ്കിൽ 1, 2, 3 മിനിറ്റുകൾക്കുള്ളിൽ പുതിയ 10 സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുതിയ ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരക്കായി സമ്മാനങ്ങൾ സംഘടിപ്പിച്ച് വിതരണം ചെയ്തവർ, അതോടൊപ്പം റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ നസീർ മാഷി, സമ്മാനം വിതരണം ചെയ്ത ശ്രീമതി കെ സോയ, ആശംസകൾ നേർന്ന PTA പ്രസിഡന്റ് ശ്രീ രാജീവൻ, ജാനകി പ്രദീപ്, അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് മാഷ്, SMC പ്രതിനിധി ശ്രീകുമാർ മാഷ്, എല്ലാവർക്കും, അതോടൊപ്പം പ്രിയപ്പെട്ട നാട്ടുകാർക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എല്ലാ വിധത്തിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഒരു സെഷൻ കൂടിയുണ്ട്, രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്. കുട്ടികളെല്ലാം ക്ലാസ്സിലേക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളും മുന്നിലോട്ട് കടന്നു. നമുക്കറിയാം, ഒരു പുതിയ അധ്യയന വർഷം വേനലവധിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഒരുപാട് കളിച്ചു രസിച്ചു. അതോടൊപ്പം ഒട്ടേറെ പഠന പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വായനയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് ഇപ്പം ഇന്നു മുതൽ നമ്മളൊരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ വർഷം നമ്മുടെ മക്കൾ ക്ലാസ് മുറികളിലേക്ക് കടന്നു വന്ന് പഠന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് തുടങ്ങുമ്പോൾ അവരെക്കുറിച്ച് നമുക്കും ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് നാം കാണേണ്ടത്? ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പുതുതായിട്ട് ആയിരിക്കില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക. കാരണം 2 മാസം വിദ്യാലയ അന്തരീക്ഷത്തിന് പുറത്തായിരുന്നു നമ്മുടെ മക്കൾ ഉണ്ടായിരുന്നത്.
അപ്പോൾ നമ്മുടെ മക്കളെ വീണ്ടും വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില പ്രയാസങ്ങൾ, പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, കാരണം കഴിഞ്ഞ 2 മാസം നിയന്ത്രണങ്ങളില്ലാതെ ഒരുപാട് കളികളുടെയും മറ്റ് പ്രവർത്തനങ്ങളുടെയും ലോകത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ആ 2 മാസത്തെ അവരുടെ സ്വതന്ത്രമായ ലോകത്ത് നിന്ന് അവരെ നമ്മൾ ക്ലാസ് മുറിക്കകത്തേക്കും പഠനത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സംവാദത്തിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ, ഓരോ കുട്ടിയും വ്യത്യസ്ത കഴിവുകളും കുട്ടികളാണ്. നമ്മളറിയാം, നമുക്ക് പലപ്പോഴും രക്ഷിതാക്കൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അധ്യാപകർ എന്ന നിലയിലൊക്കെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുക, അല്ലെ? നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നീ അപ്പുറത്തെ വീട്ടിലെ ഇന്നയാളുടെ മകനെ നോക്കൂ, അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടിയെ നോക്കൂ, അല്ലേ? നമ്മൾ പറയാറുണ്ട് അങ്ങനെ. നിങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്ന് പറയുന്ന ഒരു നിയമം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. 2012 മുതൽ അതിശക്തമായിട്ട് നടപ്പിലാക്കിയ ഒരു നിയമമാണ്. എന്തിനാ ഈ നിയമം? നമ്മുടെ മക്കളെ പീഡനങ്ങളിൽ നിന്നും മാനസികമായി അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനുള്ള നിയമം. ഈ പോക്സോ നിയമം ശാരീരികമായിട്ടുള്ള പീഡനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ മാനസികമായിട്ട് പോലും അവരെ തളർത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവരെ വേണ്ടപ്പെട്ടവരായാലും പുറത്തു നിന്നുള്ളവരായാലും ചെയ്യാൻ മനസ്സിൽ കൊണ്ടു നടക്കാൻ മാത്രമുള്ളതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, അത് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ കുട്ടിക്ക് അനുഭവവേദ്യമാവുന്നുള്ളൂ. കുട്ടിക്ക് എൻ്റെ അച്ഛന്, എൻ്റെ അമ്മക്ക്, എൻ്റെ ടീച്ചർക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് എന്ന് തോന്നുന്നത് ആ കുട്ടിയോട് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിച്ച് ആ സ്നേഹം ലഭിക്കുന്ന മക്കളായി നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ അവർ ഒരു അപകടത്തിലേക്കും ചെന്ന് ചാടില്ല. പലപ്പോഴും അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് വീട്ടിൽ ആവശ്യത്തിന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ പുറമേയിൽ നിന്ന് കപട സ്നേഹവുമായി അവരെ സ്വീകരിക്കാൻ ചില ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരെ തുടക്കത്തിൽ നല്ല സ്നേഹം ഭാവിച്ച് മിഠായികളൊക്കെ വാങ്ങിക്കൊടുത്ത്, ബിസ്ക്കറ്റുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അപകടത്തിൻ്റെ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ചില അപകടകാരികളെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്നേഹം വീട്ടിൽ കൊടുത്ത് വളർത്തിയാൽ ഒരു സംശയവും വേണ്ട, പുറത്തുനിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഒരു കപട സ്നേഹത്തിന്റെ പിന്നാലെയും നമ്മുടെ മക്കൾ പോവുകയില്ല എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നത് പോക്സോ നിയമത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം. ഏതെങ്കിലും ഒരു കുട്ടി, അത് എൻ്റെ കുട്ടിയാവണമെന്നില്ല, അപ്പുറത്തെ വീട്ടിലാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തതാവട്ടെ, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, നമുക്ക് തോന്നിയാൽ ഉടൻ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യത കൊടുക്കുകയാണ്. പക്ഷെ ആ അച്ചടക്കം അടിച്ചമർത്തി ഉണ്ടാക്കേണ്ടതല്ല. കുട്ടിയെ വടിയെടുത്ത് മാത്രം ഉണ്ടാക്കേണ്ടതല്ല അച്ചടക്കം. വടിയെടുക്കണം. അത് ഞാൻ കുറച്ച് സാവധാനം പറയാം. കാരണം നിയമം, വടിയെടുക്കുക, സംഗീതത്തിലൂടെയൊക്കെ നമ്മുടെ മക്കളിൽ അവർ സ്വയം അറിയാതെ ഒരച്ചടക്കം വളർന്നു വരും. ആ അച്ചടക്കം കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഒരു നല്ല വിദ്യാലയ അന്തരീക്ഷം അടുത്ത അധ്യയന വർഷം ചാവശ്ശേരി സ്കൂളിൽ ഉണ്ടാക്കാൻ നിങ്ങളുടെ എല്ലാം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ സമയം വൈകിയത് കൊണ്ട് നമുക്ക് ഇനിയും ക്ലാസ് PTA-കളിലെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. കുട്ടികളുടെ കലാപരിപാടികൾക്ക് വരിക. ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం నయన మధురమై నటన సదనమై నయన
താളമേ നാട്യം
Ding ding dong, ding 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 ding, ding 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 ding, ding 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 ding.